ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമാണോ? കേട്ടില്ല, സത്യമായിട്ടും കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സന്തോഷമുള്ള ആളുകൾ ഇരുന്നു സന്തോഷമുള്ളവർ പറയേണ്ടത് എന്താണ്? അതോടൊപ്പം തന്നെ നമ്മൾ പറയണം, ദൈവകൃപയാൽ ഞാൻ സന്തോഷമായിരിക്കുന്നു. അതെന്തിനാ അങ്ങനെ പറയണേ? ദൈവത്തിന് മഹത്വം കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ പറയണത് എന്നാണെന്നറിയോ? സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മലയാളിയുടെ ഒരു ശൈലി എന്നാണെന്നറിയോ? ആ, ഓ, എ, കുഴപ്പമില്ല, അല്ലേ? കുഴപ്പമില്ല. എന്തിനും കണ്ടുപിടിച്ചിരിക്കുന്നൊരു വാക്കാണ് കുഴപ്പമില്ല. ഇതൊന്നും എഴുതിയെടുക്കണ്ട ചേട്ടാ. ഇതൊക്കെ എന്തിനാ എഴുതിയെടുക്കുന്നത്? ഇതൊന്നും എഴുതിയെടുക്കാനുള്ള ഞാൻ പറഞ്ഞുതരാം. ആ ചേട്ടൻ അതെല്ലാം എഴുതിയെടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഒരു ഉറപ്പില്ലല്ലോ, ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. പറഞ്ഞേ. ഇത് പറയുമ്പോഴും നമുക്ക് അത്ര വലിയ സുഖമൊന്നും ഇല്ല, അല്ലേ? ഇരിക്കണ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം, അല്ലേ? പഴയ തീപ്പന്തങ്ങളൊക്കെയാണ്. ഇച്ചിരി തീയൊക്കെ കെട്ട് ക്ഷീണമായി, നടുവേദനയായി, ഇച്ചിരി കൊറോണയുടെ ശിഷ്ടവിശിഷ്ടങ്ങളൊക്കെ ഉണ്ട്, ഇച്ചിരി വല്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ പറയണം, ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവരും തൊട്ടോണ്ട് പറഞ്ഞ്, ദൈവകൃപയാൽ നീ സുഖമായിരിക്കട്ടെ എന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേച്ചി എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം ആ ചേച്ചി എന്നാ പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായില്ല. ആ ചേച്ചി പറഞ്ഞു, ഞാൻ ധ്യാനകേന്ദ്ര ഇവിടുത്തെ ഡിവൈൻ്റെ ഡയറക്ടർ. ഇവിടുത്തെ ഡയറക്ടറൊന്നും അല്ല കേട്ടോ. ഞാൻ ഇപ്പോഴ് പോട്ട ആശ്രമത്തിൽ താമസിച്ചുള്ള ധ്യാനത്തെ സഹായിക്കുന്നൊരു വൈദികനാണ്. ഞാനിതിന് മുമ്പ് കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഡൽഹിയിലുള്ള ഡിവൈൻ ധ്യാന മന്ദിരമുണ്ട്, അവിടെ സഹായിക്കുമായിരുന്നു. അതിനു മുമ്പ് ബോംബെയിൽ ഒരു താബോർ ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ സഹായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്ക് വേണ്ടി എന്താണ് പങ്കുവയ്ക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് 2 തിരുവചനങ്ങൾ നൽകി. 2 തിരുവചനങ്ങൾ. ഒന്ന്, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 1-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം. ഇത് എഴുതിയെടുത്തോ കേട്ടോ, ഗുണം ചെയ്യും. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം. 4:14. കാണാതറിയാവോ ആർക്കെങ്കിലും ഈ വചനം? അറിയാവുന്നവർ ഒച്ചത്തി പറഞ്ഞോ. ഇല്ലെങ്കിൽ ബൈബിളുണ്ടോ? ശുശ്രൂഷയ്ക്ക് പോകുന്നപ്പോൾ അറിയാതെ ആരെങ്കിലും ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ? ഉണ്ട്. നല്ല കാര്യം. ബൈബിളും തുറന്നേ. പെട്ടെന്നൊരു വചനം പഠിച്ചാൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കണം. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 14-ാം തിരുവചനം. 1 തിമോത്തിയോസ് 4:14. തിമോത്തിയോസ് ഒച്ചത്തി വായിച്ചേ. പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠരുടെ കൈവപ്പ് വഴിയും നിനക്ക് ലഭിക്കപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പൗലോസ്ലീഹ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, പ്രത്യേകിച്ച് എന്നോടും പറയുകയാണ്, നിനക്ക് ലഭിച്ച കൃപാവരം നീ അവഗണിക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്ക് ലഭിച്ച കൃപാവരം ഒരിക്കലും അവഗണിക്കരുത്. ഡു നോട്ട് നിഗ്ലക്റ്റ് ദ ഗ്രേസ്. നിനക്ക് ലഭിച്ച കൃപാവരം ഒരിക്കലും അവഗണിക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നിനക്ക് ലഭിച്ച കൃപ ഒരിക്കലും അവഗണിക്കരുത്. ഇത് തന്നെയാണോ പറയണേ? ഇത് തന്നെയാണല്ലോ അല്ലേ പറഞ്ഞല്ലേ? അല്ല, കുറേ എന്തോ പറയുന്നുണ്ട്, അതിന് മാത്രം ഒന്നും പറഞ്ഞില്ല. നിനക്ക് ലഭിച്ച കൃപ ഒരിക്കലും അവഗണിക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2-ാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം. സെക്കൻഡ് ലെറ്റർ ടു തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 6. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം. ഒന്ന് വായിച്ചേ. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഹല്ലേലൂയാ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പൗലോസ്ലീഹ നമ്മളോട് പറയാണ്, നിനക്ക് ദൈവകൃപ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ കൃപ നീ ഉജ്ജ്വലിപ്പിക്കണം. കിട്ടിയ കൃപ നീ ഉജ്ജ്വലിപ്പിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു?
മറന്നുപോയോ? നിനക്ക് ലഭിച്ച കൃപ നീ മറക്കരുത്, അവഗണിക്കരുത്. രണ്ടാമത് പറയുന്നു, കിട്ടിയ കൃപ നീ ഉജ്ജ്വലിപ്പിക്കണം. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരമുള്ളവർ വലതുകരം ഉയർത്തി ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇടതുകരം ഉള്ളവർ ഇടതുകരം ഒന്ന് ഉയർത്തിക്കുക. ഇടതുകരം ഉള്ളവർ ഇടതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞേ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. അപ്പം ഈ രണ്ട് തിരുവചനങ്ങളുടെയും വെളിച്ചത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമകനും ദൈവമകളും ചില കാര്യങ്ങൾ പഠിക്കാനും പ്രാർത്ഥിക്കാനും ഇന്ന് നമ്മുടെ ജീവിത അവസ്ഥയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനും നമ്മുടെ ഒരു അല്പസമയം നമ്മൾ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരു വലിയ ശുശ്രൂഷയുടെ പിന്തുടർച്ച അവകാശികളായിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത വലിയ ഒരു ശുശ്രൂഷയുടെ പിന്തുടർച്ച അവകാശികളാണ്. ഈ കേരളക്കരയിലേക്ക് ദൈവം ചൊരിഞ്ഞ വലിയ അഭിഷേകത്തിൻ്റെ ആ കൃപാമാരിയുടെ പങ്കുപറ്റുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ദൈവം തിരഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. സംശയമുണ്ടോ? ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. വളരെ വ്യക്തമാണ്. ദൈവം തിരഞ്ഞെടുത്തവരാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. കൃത്യം വ്യക്തമായി ഒരു നിയോഗത്തിന് വേണ്ടി അനാദി മുതലേ ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. ഇതെല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല, മറിച്ച് ദൈവം നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിക്കുമ്പോൾ വ്യക്തമായി നമ്മൾ പഠിക്കുന്നൊരു കാര്യം, ജോൺ 23 മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വളരെ വ്യക്തമായി ഒരു കാര്യം പഠിപ്പിച്ചു. നമുക്ക് വാതിലുകൾ തുറന്നിടാം, ജനലുകൾ തുറന്നിടാം, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കട്ടെ. നമുക്കറിയാം, തിരുസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളൊക്കെ ലോകത്തെ AD എന്നും BC എന്നൊക്കെ തരംതിരിക്കുന്നത് പോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉണർത്തിയ ഒരു തിരിവ് അത്ര നിസ്സാരമല്ല. അക്കാലം അത്രയും തിരിഞ്ഞു നോക്കാതിരുന്ന ചില മേഖലകളിലേക്ക് ഒരു പുതിയ തിരിഞ്ഞുനോട്ടം, അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കട്ടെ എന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് ഒരു ദേശത്തിന് മാത്രമല്ല, ലോകമെമ്പാടും. അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കട്ടെ എന്ന് ദൈവജനം പ്രാർത്ഥിച്ചത്, അത് കാറ്റടിച്ച് ഇക്കരെ കേരള മണ്ണിൽ ആ കാറ്റ് തീയായും പിന്നീട് കൊടുങ്കാറ്റായും തീ മഴയായും മാറിയതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഞാനും നിങ്ങളും. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല കൈയടി കൊടുക്കും. സ്വരമുയർത്തി നാവ് തുറന്ന് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വത്തിക്കാൻ കൗൺസിൽ, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ചത് അത് വത്തിക്കാനിൽ ഒതുങ്ങിയൊരു കാര്യമല്ല, മറിച്ച് നമ്മുടെ ശുശ്രൂഷയുടെ ഗതി മാറ്റിയ ഒരു തീരുമാനമാണ്. ശുശ്രൂഷയുടെ ഗതി മാറ്റിയ തീരുമാനം. ആ ഗതി മാറ്റിയ തീരുമാനം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തെ അത്രമേൽ വളരെ ശക്തമായി സ്വാധീനിച്ചു. അക്കാലം അത്രയും നമുക്കൊരിക്കലും അപ്രാപ്യമാണെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അന്നു മുതൽ നമ്മുടെ സ്വന്തമായി മാറാൻ തുടങ്ങി. ഒരു കൊച്ചുദാഹരണം, ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന മധ്യേ മാത്രം വായിച്ച് ഒതുങ്ങിയിരുന്ന സുവിശേഷ ശുശ്രൂഷ, വൈദികരുടെ കരങ്ങളിൽ മാത്രം വായിക്കപ്പെട്ടിരുന്ന സുവിശേഷ ശുശ്രൂഷ, ആ ഒരു പ്രഖ്യാപനത്തോടുകൂടി, വത്തിക്കാൻ സൂനകദോസിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി കാലം മാറി, കഥ മാറി. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ അറിയുന്നത് ഈ കേരള കരിസ്മാറ്റിക് ശുശ്രൂഷയിലേക്ക് ഉയർച്ചയുടെ ഭാഗമായിട്ട് അൾത്താരയിൽ ഒതുങ്ങിയിരുന്ന വചനവായന നേരെ താഴെത്തട്ടിലോട്ടിറങ്ങി അൽമായരുടെ കൈകളിലേക്ക് വിശുദ്ധ ഗ്രന്ഥം എത്തിയത്, സിസ്റ്റേഴ്സിൻ്റെ കൈകളിലേക്ക് വിശുദ്ധ ഗ്രന്ഥം എത്തിയത്, ഓരോ കുടുംബത്തിലും വിശുദ്ധ ഗ്രന്ഥം എത്തിയത്, ഇന്ന് എന്തിനേറെ പറയുന്നു, ഒരു വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് വായിക്കാനും ധ്യാനിക്കാനും ഒരു സുവിശേഷം എത്തിയത് ഈ ഒരു ശുശ്രൂഷയുടെ ഫലമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് ധ്യാന ഗുരുക്കന്മാരും ധ്യാന ശുശ്രൂഷയുടെ നേതൃത്വ നിരയിലേക്കും എത്തപ്പെട്ടത് ആ ഒരു തുറക്കപ്പെട്ട അനുഭവത്തിൽ നിന്നാണ്.
കാറ്റടിച്ചു. വൈദികരുടെ കരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വചന ശുശ്രൂഷ. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലൊക്കെ വൈദികരുടെ കരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വചന ശുശ്രൂഷ അതവിടെ നിന്ന് താഴെത്തട്ടിലോട്ട് ഇറങ്ങി വന്നത് എവിടുന്നാ? ഈ ഒരു ശുശ്രൂഷയുടെ ഫലമാണ്. ഈ കേരളക്കരയിൽ 100-ലധികം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അൽമായർ നടത്തുന്നുണ്ട്, സിസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്, അച്ഛന്മാർ നടത്തുന്നുണ്ട്. ജനം നോക്കുന്നത് എവിടെ അഭിഷേകം ഉണ്ടെന്നുള്ളതാണ്, അല്ലേ? പണ്ടത്തെ പോലെയൊന്നും അല്ല. അച്ഛൻ്റെ ഗുണമോ നേട്ടമോ നോക്കിയിട്ടൊന്നുമല്ല, മറിച്ച് എവിടെ അഭിഷേകമുണ്ട് അവിടേക്ക് ജനം ഓടിക്കൂടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ശുശ്രൂഷയുടെ നമ്മുടെ മുന്നേറ്റത്തിൻ്റെ പിന്നാമ്പുറം ഒന്ന് പരിശോധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരം. എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഒരു വചനമുണ്ടെങ്കിൽ, വചനം വായിക്കാൻ നമ്മൾ പഠിച്ചെങ്കിൽ, അത് നമ്മുടെ കരിസ്മാറ്റിക് ശുശ്രൂഷയിലൂടെ ഈ ലോകത്തിന് കിട്ടിയ വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ പണ്ട് വിദേശ മിഷനറിമാർ വന്ന് വചന ശുശ്രൂഷ പഠിപ്പിച്ചു. കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകി ചില വചനങ്ങൾ പഠിപ്പിച്ചു. പള്ളിയും പള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിന് സഹായിച്ചു. പലതരത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ഇടപെടലുകൾ ഉണ്ടാക്കി. നമ്മൾ നന്ദിയോടുകൂടെ വിദേശ മിഷനറിമാരെ ഓർക്കുന്നു. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ചെല്ല്, ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും, ഇനിയിപ്പോൾ ഈ ചന്ദ്രനിൽ മനുഷ്യൻ ജീവിക്കാൻ ആരംഭിച്ചാലും ഉറപ്പിച്ചോ, അവിടെ ആരുണ്ടാവും? നമ്മളുണ്ടാവും. കയ്യിൽ കൊന്തയും കുരിശും വിശുദ്ധ ഗ്രന്ഥവും പിടിച്ച് നമ്മളുണ്ടാവും. ഹല്ലേലൂയാ. അതാണ് കുടിയേറ്റത്തിൻ്റെ ചരിത്രം. കേരളത്തിൻ്റെ മലബാറിൻ്റെ കുടിയേറ്റ ചരിത്രമല്ല ഇത് ഞാൻ പറയുന്നത്, മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കേരളത്തിൻ്റെ കരവിട്ട് പുറത്തോട്ട് ആദ്യകാലഘട്ടങ്ങളിൽ ചെന്നൈയിലേക്കോ ബോംബെയിലേക്കോ, പിന്നീട് ഡൽഹിയും, അത് കടന്നു, പിന്നീട് മണലാരങ്ങൾ തേടി ഗൾഫ് രാജ്യങ്ങളിലെത്തി, പിന്നീട് അവിടെ നിന്നും കടന്നു ഇന്ന് ഓസ്ട്രേലിയയും ജർമ്മനിയിലും UK-യിലും കാനഡയിലും, ഏത് രാജ്യം വേണം, ഏത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെടുത്തോ അവിടെയുണ്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പും ഒരു ശുശ്രൂഷകരും. ചെന്ന് കഴിഞ്ഞാൽ മലയാളത്തിൽ വർത്തമാനം പറയാൻ ആളുണ്ട്. വേണമെങ്കിൽ കപ്പയും കഴിക്കാം, മീനും കഴിക്കാം, അല്ലേ അമ്മച്ചി? കഴിക്കാം. കാരണം എന്നാ, ഈ മണ്ണിൽ നിന്നാണ് തിരുസഭ വളർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇരിക്കുമ്പോൾ നല്ല അഭിമാനത്തോടെ ഇരുന്നു. ആരുടെ മുമ്പിൽ നാണം കൂടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രമാത്രം അനുഗ്രഹിച്ച് നൽകപ്പെട്ട ഒരു മണ്ണിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അത്രമേൽ ദൈവം ഒരുക്കിയ ഒരു ശുശ്രൂഷയുടെ ഭാഗം. പ്രിയപ്പെട്ടവരെ, 100-ലധികം ധ്യാന കേന്ദ്രങ്ങൾ ഈ ഭൂമിയിലെ വേറെ എവിടെയുണ്ട്? നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇത്രമേൽ ദൈവജനം ഒരുങ്ങിയിട്ടുള്ള വേറെ ജനം എവിടെയുണ്ട്? ഇത്രമേൽ ആതുരാലയങ്ങൾ, ഇത്രമേൽ മാനവ സേവാ കേന്ദ്രങ്ങളുള്ള വേറെ കേന്ദ്രങ്ങൾ എവിടെയുണ്ട്? നമ്മുടെയൊക്കെ ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിലൊക്കെ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേര് ധ്യാനം കൂടിയിട്ടുണ്ട്. പോട്ടാശ്രമത്തിലും ഡിവൈനിലും. ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ധ്യാനം കൂടി ഇറങ്ങുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ അത്ഭുതകരമായ മാനസാന്തരം. ഇന്നിച്ചിരി ക്ഷീണം തട്ടിയിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? നമ്മുടെ പ്രാർത്ഥനാ കാര്യത്തിൽ. കാരണം എന്താ? ഇന്നിപ്പോൾ IELTS വേണം, വിദേശത്ത് പോകണം, വിസ വേണം, അത് വേണം, ഇത് വേണം. അതായത് നമ്മൾ പണ്ടങ്ങനെയല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെയല്ലെന്ന്. ധ്യാനം കൂടി ഇറങ്ങുന്ന വ്യക്തിയുടെ ഉള്ളിൽ എന്താ? അടിസ്ഥാനപരമായ മാനസാന്തരം. ഈ മാനസാന്തരം ലഭിക്കുന്ന വ്യക്തി അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഒതുങ്ങിക്കൂടിയിരുന്നില്ല, മറിച്ച് തിരിച്ചു ചെന്ന് അവരവരുടെ നാട്ടിൽ ശുശ്രൂഷ ആരംഭിച്ചു. അവരവരുടെ നാട്ടിൽ സാക്ഷ്യ ശുശ്രൂഷകൾ ആരംഭിച്ചു. തീരപ്രദേശങ്ങളിലും മലയോരങ്ങളിലും ഉയർന്നു വന്ന കൺവെൻഷനുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ പല കോണുകളിലുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ബൈബിൾ കൺവെൻഷനുകൾ 1000-ങ്ങളും 10,000-ങ്ങളും തിങ്ങിക്കൂടിയത് എങ്ങനെയാ? ഒരൊറ്റ സുപ്രഭാതത്തിൽ ഈ മഴയിൽ തിളർച്ച വരുന്നത് പോലെ കൂണ് വളർന്നൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ചോരയും വിയർപ്പുവാ. ഹല്ലേലൂയാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അത്രമേൽ കഷ്ടപ്പെട്ട ഒരു ദൈവജനത. കാരണം അങ്ങനെ കഷ്ടപ്പെടാൻ നിങ്ങളുടെ ഉള്ളിൽ തീക്കനലുണ്ടായിരുന്നു. ദൈവം ഉയർത്തിയൊരു തീക്കനൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു.
ഏതെങ്കിലുമൊക്കെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് വലിയൊരു ജ്വലനം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് സമ്മാനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയും, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, ഒരു സംശയം വേണ്ട. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിൻ്റെയൊക്കെ ചില വിശ്വാസ ചൈതന്യം, ചലനങ്ങൾ അല്പം ഗതി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഫയർ ഒട്ടും മാറിയിട്ടില്ല. ഇരിപ്പ് കണ്ടാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എന്നെയും നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്, നഷ്ടപ്പെട്ട ചൈതന്യം തിരിച്ചു പിടിക്ക്, നഷ്ടപ്പെട്ട ചൈതന്യം തിരിച്ചു പിടിക്ക്. അൾത്താരയിൽ വായിച്ച് മടക്കി വെച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നിൻ്റെയും എൻ്റെയും കൈകളിലുണ്ട്. ഇന്നൊരു ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ കാണുന്ന വ്യത്യാസം എന്നതാ? പണ്ടത്തെ പോലെയല്ല. മുമ്പിലിരിക്കുന്ന ജനതയെ ബൈബിളും തുറന്ന് നോട്ട് ബുക്കും തുറന്ന് പേനയും പിടിച്ചിരിക്കുക. അച്ഛാ വചനം പറ അച്ഛാ. പണ്ട് നമ്മൾ എന്തായിരുന്നു? കഥകളും ഉപകഥകളും പഴങ്കഥകളും പറഞ്ഞ ധ്യാനം നടത്തിയിരുന്നത്. മാറിയെന്ന്. ഇതെങ്ങനെ ജനം മാറിയത്? ജനം ഇന്ന് നോട്ട് ബുക്കും വചനവും പിടിച്ചോണ്ടിരിക്കുക. അച്ഛാ വചനം പറ അച്ഛാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുക്കപ്പെട്ടത് എവിടുന്നാ? അങ്ങനെ ഒരുക്കപ്പെട്ടത് നിങ്ങളെപ്പോലെ ദൈവം തെരഞ്ഞെടുത്ത ചിലരിലൂടെ ഒരു ദേശത്ത് ദേശാന്തരങ്ങളിൽ കർത്താവ് ഒരുക്കിയ അഭിഷേകമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും ആ വലതുകരം ഒന്ന് എടുത്തേ, ആ തോളത്തിങ്ങനെ ഒന്ന് തട്ടിക്കേ. സത്യം പറയാമല്ലോ, ഓരോരുത്തരും അടുക്കെ വന്ന് ഇങ്ങനെ തട്ടണമെന്നുണ്ട്, അഭിനന്ദിക്കണമെന്നുണ്ട്. പറ്റാഞ്ഞിട്ടാ. തന്നെത്താൻ തട്ടി കൊള്ളാം എന്ന് പറഞ്ഞാൽ കൊള്ളാം, കൊള്ളാം. തന്നെത്താൻ തട്ടിയാൽ മതി. അടുത്തുള്ളവരെ തട്ടാനാണ് തോന്നണത്. തന്നെത്താൻ തട്ടിയത് കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അവസരത്തിൽ വായിച്ചു ധ്യാനിക്കാൻ ഞാനൊരു വചനഭാഗം പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം. നിങ്ങൾക്ക് പരിചയമുള്ളൊരു വചനഭാഗമാണ്, എങ്കിലും ഒന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ എന്നെയും നിന്നെ ഓർമ്മപ്പെടുത്തും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം, സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 19, 19 മുതലുള്ള വചനം നമുക്കൊന്ന് ഒച്ചത്തിൽ ഒരുമിച്ചൊന്ന് വായിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഉയർപ്പിൻ്റെ അന്ന് വൈകിട്ട് യേശു ശിഷ്യന്മാരെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അവരെ ഏൽപ്പിച്ച ഒരേ ഒരു ദൗത്യം, നിങ്ങൾ ആരെ സ്വീകരിക്കൂ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൂ. പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചോ? ഇല്ലേ? സ്വീകരിച്ചു. അതിനുശേഷം എന്നാ പറ്റിയേ? അതിനുശേഷം എന്തു പറ്റി? അമ്മച്ചി, എന്തു പറ്റി? എന്തോ കേട്ടില്ല, ഒച്ചത്തിൽ പറഞ്ഞോ. ഭാഷാവരം കിട്ടി, ധൈര്യം കിട്ടി, പിന്നെ അവർ കൂട്ടായ്മയുണ്ടായി, പിന്നെ ഏതാ പ്രബോധനം കിട്ടി, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറി. ശരിയോ തെറ്റോ? ഉറപ്പാണോ? ഉറപ്പാണോ? പക്ഷെ എനിക്കത്ര ഉറപ്പ് പോരാ. ഇത് പറയാനാ ഞാനിവിടെ വന്നത്. എനിക്കത്ര ഉറപ്പ് പോരാ. സംശയം എന്നാന്നറിയോ? തൊട്ടടുത്ത അധ്യായം ഒന്ന് വായിച്ചേ. 21-ാം അധ്യായം 3-ാം വചനം ഒന്ന് വായിച്ചേ. 21:3 വായിച്ചേ, ഒച്ചത്തി വായിച്ചേ. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. ചേച്ചിയേ, പ്രബോധനം കിട്ടിയ ആൾ മീൻ പിടിക്കാൻ പോയി. അതെന്നാ പരിപാടിയാ? ഭാഷാവരം കിട്ടിയ ആൾ മീൻ പിടിക്കാൻ പോണു. അച്ഛാ, ഇങ്ങനെയല്ലല്ലോ അച്ഛാ, ഇത് ബൈബിളിൽ എന്തോ അല്ലേ? അല്ല അച്ഛാ, ഇതെന്നാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? മാറിപ്പോയതാണോ? ആണോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയോ ശിഷ്യന്മാർക്ക്? കിട്ടിയില്ലെന്നോ? കിട്ടിയോ? ചിലർ കിട്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? കിട്ടിയില്ലേ?
ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ, ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ ചിലർ ആലോചിച്ച് മണ്ടത്തരം പറയാൻ വേണ്ടി ഇരിക്കുകയാണോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? എന്ന് കിട്ടി? മാമോദീസ. മാമോദീസയിൽ എന്ത് കിട്ടി? ചോദിക്കട്ടെ, സ്വഭാവത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? അല്ല, പരിശുദ്ധാത്മാവിനെ കിട്ടിയല്ലോ, എന്നിട്ട് സ്വഭാവത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? വീട്ടുകാരൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം ചിലതിൻ്റെയൊക്കെ മുഖം എനിക്ക് നല്ല പരിചയമാണ്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പറഞ്ഞാൽ മതി. ചിന്തിച്ചേ, പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? സ്വഭാവത്തിൽ മാറ്റമുണ്ടോ? അച്ഛൻ, മാമോദീസായിൽ എനിക്ക് മാമോദീസ പേരും കിട്ടി അല്ലേ? കിട്ടി, മാമോദീസ പേരും കിട്ടി അല്ലേ? ചിന്തിച്ചേ, എന്താ മാമോദീസ പേര്? ഓരോരുത്തരും ചിന്തിച്ചേ. മേരി, ഫിലോമിന അല്ലേ, എലിസബത്ത് അല്ലേ, തോമസ്, ഫിലിപ്പോസ്, ഫ്രാൻസിസ്. സ്വഭാവത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ലെന്ന്. അപ്പം മൊത്തം പ്രശ്നമായല്ലോ. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, പക്ഷെ സ്വഭാവത്തിൽ അവർക്കിത് അനുഭവിക്കാൻ പറ്റിയില്ല. ഇനി ചോദിക്കട്ടെ, എന്നാ അനുഭവിച്ചത്? പറയൂ. പന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം എത്ര ദിവസം? സ്കൂളിൽ പോകണം, കണക്ക് പിടിക്കണം. എത്ര ദിവസം? 50. 40 എന്തോ പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താ? ചിലർ 40 എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്ററിന് ഇഷ്ടപ്പെട്ടില്ല, പോവുകയാണോ? ഇങ്ങോട്ട് നോക്ക്. എത്ര ദിവസം? 50-ാം ദിവസം പന്തക്കുസ്ത, 40-ാം ദിനം സ്വർഗാരോഹണം. അതിനുശേഷം എത്ര ദിവസം? 10 ദിവസം. എത്ര പേര്? 120 പേര്. 11 10 അല്ല ചേച്ചി, 120 പേര് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചെന്ന്. എത്ര ദിവസം? 10 ദിവസം. 9 ദിവസത്തെ തുടർച്ചയായ പ്രാർത്ഥന. 10-ാം ദിവസം പന്തക്കുസ്ത. 9 ദിവസം. 9 നൊവേം അല്ലേ? ഇന്ന് നമുക്ക് പരിചയമുള്ളത് ഏത് നൊവേനയാ? അന്തോനിസ് പുണ്യവാളൻ, യൂദാ തദേവുസ്, വിശുദ്ധ സെന്റ് സെബാസ്റ്റ്യൻ അല്ലേ? ഇതേ ഉള്ളൂ. എന്നാൽ ചരിത്രത്തിലെ ആദ്യത്തെ നൊവേന, പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന, 120ഓളം പേര് 9 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു. 10-ാം ദിവസം പന്തക്കുസ്ത. എടുത്തു വായിക്ക്, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വചനം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വചനം. പന്തക്കുസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പന്തക്കുസ്താ ദിനം സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് ചെയ്തു. അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനെ അവർക്ക് അനുഭവിക്കാൻ പറ്റി. വ്യത്യാസമുണ്ട്. മാമോദീസായിൽ പരിശുദ്ധാത്മാവിനെ കിട്ടി, പക്ഷേ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നു, നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ നീ എന്ത് ചെയ്യണം? ഉജ്ജ്വലിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉജ്ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാ ഇങ്ങോട്ട് നോക്കിക്കേ. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ് പാല്, ആ പാലിലേക്ക് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇടുന്നു. ഇട്ട പഞ്ചസാര എവിടെ വന്ന് വീഴും? താഴെ വന്ന് വീഴും. ഇനി ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞേ. സ്പൂണെടുത്തേ, ഇളക്കിക്കേ. ഇനി നമ്മൾ ഇളക്കണം. വേറെ വല്ല വാക്കുണ്ടോ? മിക്സ് ചെയ്യണം. ചിലർക്ക് മിക്സിങ് ആണ് അറിയാം, എന്നായിക്കോട്ടെ, കുഴപ്പമില്ല. മിക്സ് ചെയ്യണം. പിന്നെ അടിച്ച് കലക്കണം. ഞാനിങ്ങനെ അടിച്ച് കലക്കുമ്പോൾ പഞ്ചസാര പാലിൻ്റെ ഭാഗമാവും. പിന്നെ ഞാൻ കുടിക്കുമ്പോൾ മധുരം തോന്നും. മനസ്സിലാവണുണ്ടോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടെന്ന്. മാമോദീസായിൽ കിട്ടി. എവിടെ ഉണ്ടച്ചാ? ഉണ്ടെന്ന്. ഇനി എന്താ വേണ്ടേ? ഈ അടിച്ച് കലക്കുന്ന പ്രോസസ്.
ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയോ? പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്, ഇതും പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പേര് തോമസ്, മാത്യു, എലിസബത്ത്, മേരി, ഇതിലൊന്നും ഒരു കാര്യമില്ല. സ്വഭാവത്തിലുണ്ടോ? സ്വഭാവത്തിലുണ്ടാവണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം, അടിച്ചു കലക്കണം. മിക്സിംഗ് പ്രോസസ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ്, രണ്ടാം പന്തക്കുസ്ത സംഭവിച്ചത് എന്താ? ലഭിച്ച പരിശുദ്ധാത്മാവിനെ അടിച്ചു കലക്കി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത്രയും നാളും മരവിച്ചിരുന്ന ക്രൈസ്തവ സമൂഹം ഉണർന്നെഴുന്നേൽക്കാൻ തുടങ്ങി. കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങി, ചിന്താശൈലികൾ മാറാൻ തുടങ്ങി. അത്രയും നാളും ഞാൻ ക്രിസ്ത്യാനി പേരിൽ മാത്രം, സ്വഭാവത്തിലൊന്നുമില്ല. സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞത് കേരളത്തിൽ ഈ ഒരു ശുശ്രൂഷ വന്നതിന് ശേഷമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും പന്തക്കുസ്ത കാറ്റടിച്ചത്, തീമഴയായിട്ട് പെയ്തിറങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ്. കരിസ്മാറ്റിക് ശുശ്രൂഷ നിങ്ങൾ ഓർത്തുകൊള്ളണം. അതോട് ചേർന്ന് ഇന്ന് നമ്മളായിരിക്കുന്ന വിൻസെൻഷൻ സഭയുടെ ധ്യാന മന്ദിരം, ഞാനൊരു വിൻസെൻഷൻ സഭാംഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വൈദിക ജീവിതത്തിൻ്റെ തന്നെ ആരംഭം, എൻ്റെ സ്വദേശം ചേർത്തലയ്ക്കടുത്ത് കോക്കമംഗലം എന്ന് പറയുന്നൊരു സ്വദേശമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ഇതുപോലെ ഇരുന്നൊരു ഹല്ലേലൂയ പറഞ്ഞതിൻ്റെ ഓർമ്മ എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് അഭിമാനം. കാരണം എന്താ? ഇതുപോലെ മുമ്പിലിരുന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, അന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരവസരം ദൈവം ഒരുക്കി. ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്തു, കാലഘട്ടത്തിൻ്റെ വലിയ പ്രവാചകന്മാരായി. ലോകമെമ്പാടും സുവിശേഷ ശുശ്രൂഷയിൽ അപ്രകാരം പങ്കുപറ്റി. ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് കേരള സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്രകാരം വലിയൊരു ഉണർവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഓർത്തോണേ, ഈ ഉണർവ് സംഭവിച്ചത് ഈ ശുശ്രൂഷകളിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ധ്യാന ശുശ്രൂഷ മേഖലകൾ, പ്രത്യേകിച്ച് ഞാനൊക്കെ അംഗമായിരിക്കുന്ന, അഭിമാനപൂർവ്വം ഓർക്കുന്ന വിൻസെൻഷൻ സഭ, വിശുദ്ധ വിൻസെൻ്റ് പോളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരുക്കിയ പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ, ഓരോ ഇടവകയിൽ വീടാന്തരം കയറിറങ്ങി വിശുദ്ധ ഗ്രന്ഥവും വചനത്തോടുള്ള സ്നേഹവും പങ്കുവയ്ക്കുന്ന ശുശ്രൂഷ രീതി, 46-ലധികം വരുന്ന ധ്യാന ശുശ്രൂഷ കേന്ദ്രങ്ങൾ. പ്രിയപ്പെട്ടവർ, അഭിമാനത്തോടെ പറയട്ടെ, ഒട്ടുമുക്കാലും ശുശ്രൂഷ മേഖലയിൽ വളർന്നു വന്ന ധ്യാന ഗുരുക്കന്മാർ, ഒട്ടുമുക്കാലും പേരുടെ കുടുംബങ്ങളിൽ അപ്പനോ അമ്മയോ ഇതുപോലെ ശുശ്രൂഷയിൽ പങ്കെടുത്തവരുടെ മക്കളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നും ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല, മറിച്ച് ഇതുപോലെ കഷ്ടപ്പെട്ട് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ച നിങ്ങളുടെ മക്കളാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഒരിക്കൽ കൂടെ വലതുകരം തോളം തൊട്ടിക്ക്. കൊള്ളാം, നന്നായിരിക്കുന്നു പറഞ്ഞേ, നന്നായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചൊല്ലിയൊരു നന്മ നിറഞ്ഞ മറിയം, നിങ്ങൾ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞത് ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പള്ളിയിലൊക്കെ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ, ഞായറാഴ്ചകളിലോ ചില ഇടദിവസങ്ങളിലോ ഉച്ച കഴിഞ്ഞൊക്കെ ചില പ്രാർത്ഥനാ കൂട്ടായ്മ. അപ്പോൾ എന്ത് സംഭവിച്ചു? നാട്ടുകാർ മാറിയെന്ന് കളിയാക്കി. പിന്നെ കരിസ്മാറ്റിക്കാർ വന്നിരിക്കുന്നു, ഹല്ലേലൂയക്കാർ വന്നിരിക്കുന്നു. ഇവർക്ക് എന്നാ വട്ടാണോ ചോദിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. ഇങ്ങനെ വട്ടാണോ എന്നൊക്കെ ചോദിച്ചവർ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരാവശ്യം വന്നപ്പോൾ വ്യക്തിപരമായി വന്നു പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. അതാണ് മാറ്റം, അതാണ് മാറ്റം. വേറെ ഒന്നും വേണ്ടെന്ന്. നമ്മളെ കളിയാക്കിയവരെ എവിടെ കളിയാക്കിയിട്ടുണ്ടോ അവിടെ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഴയ ബർത്തിമ്യൂസിനെ കുറിച്ച് ഓർത്താൽ മതി. ബർത്തിമ്യൂസ് ഈശോയുടെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയായിരിക്കണം. നാട്ടുകാർ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കുക. അവൻ നിർത്തിയോ? ഇല്ലെന്ന്. കാരണം അവനറിയാം, ഇപ്പം വിളിച്ചില്ലേ പോകും, ഇതെൻ്റെ സമയമാണ്, ഇതെൻ്റെ സമയമാണ്. ഇതറിയാവുന്നവൻ വാവിട്ട് നിലവിളിച്ചു. നാട്ടുകാർ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞപ്പോൾ മിണ്ടാണ്ടിരുന്നില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു സമയത്ത് നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ ഇപ്രകാരമുള്ളൊരു കളിയാക്കൽ കേട്ട് മിണ്ടാണ്ടിരുന്നെങ്കിലോ?
എന്തു പറ്റിയേനെ? ഓർത്തോണം, കളിയാക്കൽ കേട്ടപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പലപ്പോഴും കണ്ണുനീര് കുടിക്കേണ്ടി വന്നപ്പോഴും നിങ്ങൾ മിണ്ടാണ്ടിരുന്നില്ല. ഒരു ദേശത്തിരുന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഓരോ നിമിഷങ്ങളിലും നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഏതാണെന്നറിയോ? ഉജ്ജ്വലിപ്പിക്കുന്ന ശുശ്രൂഷ. അതാ ഞാൻ പറഞ്ഞേ. അതായത് നമ്മളിങ്ങനെ അടിച്ചു കലക്കുന്ന ശുശ്രൂഷ. പേരിൽ മാത്രം ക്രിസ്ത്യാനിയായിട്ട് കാര്യമില്ല, മറിച്ച് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ വരണം. നിങ്ങളിലൂടെ, നിങ്ങളുടെ ജീവിത ശൈലികളിലൂടെ ഓരോ ദേശത്തും അപ്രകാരം ഉണർന്നു വന്നു. നിങ്ങളെ കളിയാക്കിയ ആളുകൾ പോലും ചിലപ്പോൾ ഇന്ന് വചന ശുശ്രൂഷകരായിട്ടുണ്ടാവും. ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങളെ കളിയാക്കിയിട്ടുള്ള പലരും, ഒരുപക്ഷെ സഭാ ശുശ്രൂഷ നേതൃത്വ നിരയിലുള്ളവർ പോലും, ശ്രദ്ധിച്ച് കേട്ടോണം, അങ്ങനെ നേതൃത്വ നിരയിലുള്ളവർ പോലും ഇന്ന് ധ്യാന ഗുരുക്കളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഫലമാണ്. എവിടെയാണോ നിങ്ങൾ കരഞ്ഞത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ ഒറ്റപ്പെട്ടത്, അവിടെ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തി. അതുകൊണ്ടാണ് ഇന്ന് ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്ത ഓരോ പ്രവർത്തികളും ചെറിയ ഒരു കാര്യമായിക്കൊള്ളട്ടെ, എന്തോരം ചലനമാ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയോ? പ്രത്യേകിച്ച് വിശ്വാസ മേഖലയിൽ ഉണ്ടാക്കിയ ചലനം നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അത്രമേൽ ആഴപ്പെട്ട ബോധ്യങ്ങൾ വചനത്തിലൂടെ വിശ്വാസ മേഖലയിൽ ഓരോ ഇടവകളിലും കൂട്ടായ്മകളിലും പങ്കുവച്ചു. കേരള കരിസ്മാറ്റിക് ശുശ്രൂഷയുടെ വളർച്ചയിൽ നമ്മൾ ഓർത്തുകൊള്ളണം, സംഭവിച്ച കാര്യം വിശ്വാസ മേഖലയിൽ വളർന്നു. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണം കൗദാസിക ജീവിതം, പള്ളിയിൽ പോകണം, കുർബാനയിൽ പങ്കെടുക്കണം, കുമ്പസാരിക്കണം, കുടുംബ പ്രാർത്ഥന വേണം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എണ്ണിപ്പെറുക്കിയാൽ നമ്മൾ ചിന്തിച്ച് എന്തെല്ലാം കാര്യങ്ങൾ. ഇതെവിടുന്നാ വന്നത്? ശുശ്രൂഷയിലൂടെ പൊട്ടിമുളച്ചത്. ഒരു ധ്യാനത്തിന് വന്നിട്ട് തിരിച്ചു പോകുന്ന ദൈവജനം ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? പിറ്റേ ദിവസം മുതൽ അവൻ പള്ളിയിൽ പോകാൻ തുടങ്ങും. നമ്മുടെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ഭാഗമായി ഈ കേരള മണ്ണിൽ അനേക മാറ്റങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചു. ആ തുടക്കം വിശ്വാസ മേഖലയിലാണ് ശക്തമായി ആഴത്തിൽ പതിഞ്ഞത്. ഒരു ധ്യാന മന്ദിരത്തിൽ നിന്ന് ധ്യാനം കൂടി തിരിച്ചു പോകുന്ന ആള് പിറ്റേ ദിവസം മുതൽ ഇടവക പള്ളിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. നാമമാത്രമായിരുന്ന ജനം വെച്ചുകൊണ്ട് കുർബാന ചൊല്ലിയിരുന്ന പല ഇടവകകളിലും ജനം തിങ്ങിക്കൂടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണമെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ പ്രാർത്ഥനാ കൂട്ടായ്മക്കാർ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ വിശ്വാസ ജീവിതം ആഴത്തിൽ ഒരിടവക കേന്ദ്രീകരിച്ച് വളരാൻ തുടങ്ങി. കേരള ചരിത്രം പഠിക്കുമ്പോൾ അപ്രകാരമാണ് നമ്മൾ പഠിക്കേണ്ടത്. സാമൂഹികമായ മാറ്റങ്ങളൊക്കെ ഒരു വശത്ത്, മറിച്ച് ആത്മീയമായിട്ടുള്ള വളർച്ച നമ്മൾ പഠിച്ചാൽ നമ്മൾ ഒരുക്കിയ മാറ്റം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കരിഗ്മാറ്റിക് മിനിസ്ട്രിയും ഡൈനാമിക് മിനിസ്ട്രിയും എന്ന് പറഞ്ഞാൽ, കരിഗ്മാറ്റിക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രഘോഷണം. ഒരു വശത്ത് വചനം പ്രഘോഷിക്കുന്നതോടൊപ്പം തന്നെ ഡൈനാമിക് മിനിസ്ട്രി പ്രവൃത്തി. വചനം ഒരു വശത്ത് പറയുന്നു, അത് പ്രവൃത്തിയിലേക്ക് എത്തുന്നു. അങ്ങനെയല്ലേ കേരളത്തിൽ അനേകം മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയത്? അഭിഷേകം കിട്ടി ധ്യാനമന്ദിരത്തിൽ നിന്ന് പടിയിറങ്ങുന്ന വ്യക്തിയുടെ ഉള്ളിൽ മാനവ സേവനം കരിഗ്മാറ്റിക് മിനിസ്ട്രി കിട്ടി. പിന്നീട് ഡൈനാമിക് മിനിസ്ട്രി ശുശ്രൂഷ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ആ വ്യക്തി തിരിച്ചു പോകുമ്പോൾ വഴി സൈഡിൽ ഒരു വ്യക്തി വേദനിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കാൻ ഇറങ്ങുന്നു. റോഡ് സൈഡുകളിലൊക്കെ അനാഥരായി കിടന്നിരുന്ന രോഗികളെയും
പാവപ്പെട്ടവരെയും ശുശ്രൂഷിക്കാൻ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അനേകം ആതുരാലയങ്ങൾ ഉണർന്നു വന്നു. ഈ ഉണർന്നു വന്നതൊന്നും പണം കിട്ടിയിട്ടൊന്നുമല്ല. ഉള്ള പാവപ്പെട്ടവരുള്ള വീട്ടിൽ അവരുടെ ഉള്ള സ്ഥലത്ത് ചേർത്ത് വെച്ചു. ഇതെവിടുന്നാ? പ്രിയപ്പെട്ടവരെ, അഭിമാനപൂർവ്വം നമ്മൾ പറയണം, ശുശ്രൂഷ മേഖലയിലെ വീണ്ടും പന്തക്കുസ്ത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് ഉയർപ്പിൻ്റെ ദിവസം പരിശുദ്ധാത്മാവിനെ കിട്ടി. പക്ഷേ 10 ദിവസത്തെ കാത്തിരുന്നുള്ള പ്രാർത്ഥന അവരുടെ സ്വഭാവം മാറ്റി. പത്രോസിൻ്റെ സ്വഭാവം മാറ്റി, യോഹന്നാൻ്റെ സ്വഭാവം മാറ്റി. ശിഷ്യന്മാർ ഒന്നിനു പിറകെ ഒന്നായി ചിന്തിച്ചോ, ഓരോരുത്തരുടെ സ്വഭാവം മാറ്റി. അവർ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി. അവർ ഒരുമിച്ച് നിന്നു. അവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നില്ല. ആരാണ് വലിയവനെന്നുള്ള ചർച്ച യോഹന്നാനും യാക്കോബൊക്കെ ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞിട്ട് അവരാരും തന്നെ ആരാണ് വലിയവനെന്ന് ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടില്ല. അവർ ദൈവവേലയിൽ വ്യാപൃതരായിരുന്നു, വിശുദ്ധിയോടെ ജീവിച്ചു. അതാണ് ആദിമ ക്രൈസ്തവ സമൂഹം. അപ്പസ്തോല പ്രവർത്തന പുസ്തകം വായിക്കേണ്ട, സമയം കിട്ടുമ്പോൾ ഓരോ പേജിൻ്റെയും ഓരോ വരികളിലൂടെ പോകുമ്പോൾ അത്രത്തോളം ഹൈ വോൾട്ടേജിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നു. അധികാരികൾക്ക് ഭയമായിരുന്നു, നാട്ടുകാർക്ക് ഭയമായിരുന്നു. കാരണം ആദിമ ക്രൈസ്തവരെന്ന് കേട്ടാൽ മറ്റുള്ളവരൊന്ന് ഞെട്ടുമായിരുന്നു. കാരണം അത്രയും പവറാ. പത്രോസൊക്കെ നടക്കുമ്പോൾ ഇതാ നിഴല് കൊണ്ടുപോലും അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ ഒറ്റ പന്തക്കുസ്ത ദിവസം എത്ര പേര് മാമോദീസ സ്വീകരിച്ചു? 3000. വീണ്ടും അടുത്ത പേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണും, ദേവാലയ കവാടത്തിൽ വെച്ച് മുടന്തിന് സൗഖ്യം കിട്ടിയതിലൂടെ 2000 കൂടെ. ഇപ്പം എത്രയായി? 5000. മണിക്കൂറുകൾക്കുള്ളിൽ തീ ഇങ്ങനെ കത്തി പടർന്നതാണ് ആദിമ ക്രൈസ്തവ സമൂഹം. അപ്പസ്തോല പ്രവർത്തന പുസ്തകം. അവരുടെ ഇടയിൽ ആരാണ് വലിയവനെന്നുള്ള ചിന്തയില്ല, മറിച്ച് ഒരുപോലെ ശുശ്രൂഷ ചെയ്തു. ഈ മണ്ണിൽ ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മൾ വീണ്ടും വിളിക്കുന്നത് ഇതേ അഭിഷേകത്തിനാണ്. ഒരിക്കൽ ഈ മണ്ണിൽ കാറ്റടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, 2-ാം വത്തിക്കാൻ കൗൺസിൽ അങ്ങ് ദൂരെ നിന്നടിച്ച കാറ്റ് ഈ മണ്ണിൽ കാറ്റായി തീയായി പടർന്നു. അങ്ങനെയാണ് ദേവാലയങ്ങളിൽ ജനം വർദ്ധിച്ചത്, കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന വന്നത്, യുവാക്കളുടെയിൽ കൂട്ടായ്മകൾ വളർന്നു. ജീസസ് യൂത്തിൻ്റെയൊക്കെ ശുശ്രൂഷകളെക്കുറിച്ച് ഇന്ന് നമ്മൾ വാനോളം പുകഴ്ത്തുമ്പോൾ അടിത്തറ കിടക്കുന്നത് എവിടെയാണ്? ഫിയാത്ത് മിനിസ്ട്രിയുടെയൊക്കെ ശുശ്രൂഷകൾ ആർക്കാ മറക്കാൻ പറ്റുന്നത്? അടിത്തറ കിടക്കുന്നത് എവിടെയാണ്? ഞാൻ ഈ വിൻസെൻ്റ് സഭയുടെ ശുശ്രൂഷകളൊക്കെ പറഞ്ഞപ്പോൾ വൈദികരൊക്കെ വളർന്നു വന്ന മണ്ണ് അത് നമ്മുടെ മണ്ണാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വീണ്ടും നഷ്ടപ്പെട്ട അഭിഷേകം വീണ്ടെടുക്കാൻ പൗലോസ്ലീഹ നമ്മളെ ക്ഷണിക്കുക. ഞാൻ അതുകൊണ്ട് ആദ്യം ഓർമ്മിപ്പിച്ച 2 വചനം മറക്കാതെ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ഉടനീളം ഓർക്കണേ. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം വചനം, നിനക്ക് കിട്ടിയ അഭിഷേകത്തെ നീ മറക്കരുത്, അവഗണിക്കരുത്. അഭിഷേകം കിട്ടിയതാ. അഭിഷേകം കിട്ടിയ വ്യക്തി ഇന്ന് നിസാരപ്പെട്ട കാര്യങ്ങളുടെ പുറകെ പോകരുതെന്ന്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു പരിപാടിക്കും പോയേക്കരുത്. നിന്റെ ചിന്തയും നിന്റെ ചിന്താശക്തിയും ഓർമ്മകളും നിന്റെ ഓരോ ചുവടുവയ്പും പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കണം. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ചില വഴിവിട്ട ജീവിത ശൈലികൾ നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ ഒരു തിരിച്ചു പിടിക്കൽ ശുശ്രൂഷയാണ്. കേരള ജനതയുടെ മുമ്പിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിഭജനം പാടില്ല, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വീണ്ടും കൊടുങ്കാറ്റായിട്ട് പടർക്കും, വീണ്ടും തീനാവായിട്ട് പടരും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അപ്രകാരം ഒരു ശുശ്രൂഷയിലേക്ക് വീണ്ടും ക്ഷണിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, എണ്ണി പറയാൻ മാത്രമുണ്ട് നമ്മുടെ ശുശ്രൂഷ. കാരണം പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ വെറും വചനം വായിച്ച് മടക്കി വയ്ക്കുന്ന ശുശ്രൂഷയല്ല, മറിച്ച് വചനത്തിൽ എഴുതിയ കാര്യങ്ങൾ പ്രവൃത്തിയിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്.
പരിശുദ്ധാത്മാവിനെ ശരീരത്തിൽ സ്വീകരിച്ച് നമ്മൾ ശരീരത്തിൽ അനുഭവിക്കുന്നതാണ് പന്തക്കുസ്ത. അതാണ് നമ്മൾ വചനത്തിൽ പഠിച്ചതും പ്രാർത്ഥിച്ചതും. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയുടെ ഈ മണിക്കൂറുകളിൽ നിങ്ങളെ വീണ്ടും ഒരു പുതിയ പന്തക്കുസ്തയിലേക്ക് പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നു, എന്നെയും നിങ്ങളെയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമല്ലോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഏതൊക്കെയോ ഒരു ധ്യാന ശുശ്രൂഷ സമയത്ത് ഒരു കൊച്ചു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മുമ്പിൽ, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു തീക്കനലായി ഇടപെട്ടതാണ്. കാലം മുന്നോട്ട് നീങ്ങി പല വഴികളിലൂടെ കടന്നു പോയപ്പോൾ നിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ പല സാഹചര്യങ്ങളിൽ നമ്മൾ അവഗണിച്ചു. നമ്മുടെ ചിന്തയും ശ്രദ്ധയും വഴിതെറ്റിപ്പോയി. നമ്മുടെ ഇടയിൽ പലതരത്തിലുള്ള തർക്കങ്ങളും വഴക്കുകളും വന്നു. ഇന്ന് ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ നിന്നെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് വീണ്ടും ഒരു പന്തക്കുസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ വരിക, പരിശുദ്ധാത്മാവെ വരിക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുണ്ടോ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയം. നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ഇന്നോളം എന്ത് സംഭവിച്ചിട്ടുള്ള വ്യക്തിയുമായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നീക്കി നിന്നിൽ ഒരു പുതിയ പന്തക്കുസ്ത ചൊരിയും. തീക്കാറ്റടിക്കും, കൊടുങ്കാറ്റടിക്കും, നിന്നിൽ ചലനങ്ങൾ ഉണ്ടാക്കും. നിന്റെ ജീവിതത്തിൽ നീ പോലും അറിയാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. പോരാ, കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനം ഒരുമിച്ച് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. അത്ഭുതകരമായ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും, നിന്റെ മേൽ വ്യാപരിക്കും. പോരാ 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 പോരാ. നാവിന്റെ കെട്ടുകൾ എഴിയട്ടെ, മരവിപ്പ് മാറട്ടെ, ശരീരത്തിന്റെ ക്ഷീണം അസ്വസ്ഥത എല്ലാം മാറട്ടെ. ഈ നിമിഷം ഈ കൂടാരം ഇതാ ഒരു പന്തക്കുസ്തായുടെ കൂടാരമാകുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ആരാധന. ലംബ ലംബ റിയ റൂഹ. കേരള ജനതയുടെ മുമ്പിൽ വരദാനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചവരാണ് നിങ്ങൾ. ഭാഷാവരത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചവരാണ് നിങ്ങൾ. നാവിന്റെ കെട്ടടിച്ച് നഷ്ടപ്പെട്ട അഭിഷേകം വീണ്ടും ഒന്ന് ജ്വലിപ്പിച്ച്, വീണ്ടും ഒന്ന് ജ്വലിപ്പിച്ച് യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കാൻ, ആബാ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ. ഇതാ നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന. കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തതാ. 2 വത്തിക്കാൻ സൂനോഹദോസിൽ വർഷങ്ങൾക്ക് മുമ്പ് കാറ്റ് അടിച്ചത് അത് ഈ മണ്ണില് നിന്നിലൂടെ വ്യാപരിക്കും. വീണ്ടും ഒരു പന്തക്കുസ്ത നിന്നിലൂടെ സംഭവിക്കണം. ഇതതിൻ്റെ സമയമാണ്, ഇതതിൻ്റെ സമയമാണ്. ഇനിയും കേരള സഭ വൈകിയിട്ടില്ല. ഇതാണ് സമയം. ബർത്തിമിയൂസ് മുമ്പിലൂടെ കടന്നു പോകുന്നത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ അവൻ മിണ്ടാണ്ടിരുന്നില്ല. അവൻ ഒച്ചത്തിൽ വിളിച്ചു. എങ്കിൽ നീ ഓർത്തോ, ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം. ഇനി നാളേക്ക് നീ മാറ്റിവെക്കേണ്ട, ഇതാണ് നിന്റെ സമയം. ഈ സമയം നീ വിളിക്കുന്ന വിളികൾ ദൈവസന്നിധിയിൽ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അമ്മേ മാതാവേ, അമ്മയിൽ നിറഞ്ഞു നിന്ന അതേ ശക്തി എന്നിലും നിറയട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ.